ഹലോ, അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ക്രിസ്മസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ മണി 10:30. എനിക്കിത് കണ്ണൊക്കെ ഉറക്കം വന്ന് വീണൊടുങ്ങി. എന്താ പറഞ്ഞാൽ അപ്പം നമ്മൾ ആദ്യം തന്നെ സിറം വെച്ച് യൂസ് ചെയ്യാം. സോറി, ഇത് വൈറ്റമിൻ സിറം അല്ല, ഗ്ലൂട്ടോത്തൈ കൊണ്ട് ഒരു സിറമാണ്. നല്ല റേറ്റ് ഉണ്ട് മക്കളെ. കുട്ടുമ്പോൾ അങ്ങോട്ട് പിള്ളക്കും അങ്ങോട്ട് എന്തായാലും അങ്ങോട്ട് ഇരിക്കട്ടെ. ക്രിസ്മസ് ഒക്കെ അല്ലേ എന്ന് വിചാരിച്ച് സിറമൊക്കെ വെച്ച് പൊത്തി അതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രസ്സ് പോയി മാറിയിട്ട് ഇങ്ങനെ ഇടേണ്ട ഡ്രസ്സ് ആ ഫ്രണ്ടിലത്തെ ഡിസൈനൊക്കെ ഞാൻ ചെയ്തതാണ്. ബുട്ടിക്കിലൊക്കെ ചോദിച്ചപ്പോൾ എന്തൊരു റേറ്റായി വെൽവെറ്റ് ഡ്രസ്സിൽ വർക്ക് ചെയ്യണേന്. അപ്പം ഞാൻ തന്നെ സ്വയം അങ്ങോട്ട് ചെയ്തു. എല്ലാം പിന്നെ എന്നോട് കളി. അങ്ങനെ നമ്മൾ മോയ്സ്ചർ ക്രീമും സൺക്രീം, അതായത് പ്രത്യേക ഒക്കേഷനിൽ മാത്രം ഞാൻ പുറത്തെടുക്കുന്ന ഒരു കൊറിയക്കാരുടെ ഒരു സൺക്രീമാണിത്. അമ്മേ, ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ദേ എൻ്റെ ക്യാമറ ഫ്രണ്ട് ലൈസൻ ബസ് കാണാം. അതിൻ്റെ ഇടയിൽ ഇവന്മാർ കിടന്ന് തകർത്തിയിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ഞാൻ മേക്കപ്പ് ചെയ്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ ഇറക്കേണ്ടിയിരുന്നു ക്രിസ്മസ് ആയി കാരണം ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിള്ളേരെ ലാസ്റ്റ് കിട്ടിയതിനോട് കാശും കിട്ടുതറോ എന്ന് പറഞ്ഞപ്പോൾ പാവൻ്റെ കിട്ടിയത് എനിക്ക് അയച്ചു തന്നെ. ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഇതേ നമ്മൾ പ്രൈമറൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഫൗണ്ടേഷൻ ഇതെനിക്ക് പുതിയതായിട്ട് ഇപ്പോൾ വന്ന് കിട്ടിയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചൊരു ഷെയ്ഡ് മാറിപ്പോയെന്ന് വിചാരിച്ചു, പക്ഷെ കുഴപ്പമില്ല, ഒപ്പിക്കാം. അങ്ങനെ നമ്മൾ കൊറിയൻകാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെൽഫ് മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ മൂക്കുമേ കഴുത്തുമേ നെറ്റിമേ അങ്ങനെ കടിയേണ്ട സ്ഥലത്തൊക്കെ തേച്ച് കൊടുക്കുക. ഇത് ഞാൻ അധികം എടുത്തില്ല, കുറച്ചേ എടുത്തുള്ളൂ. കാരണം വല്ലാണ്ട് ഓവറായിപ്പോയാൽ ഒരുമാതിരി പാണ്ട് പിടിച്ചവരുടെ പോലും. കാരണം ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അയ്യോ, കുറേ ദിവസമായി വോയിസ് കൊടുത്ത കാരണം സൗണ്ടൊന്നും അങ്ങോട്ട് വരുന്നില്ല മര്യാദയ്ക്ക്. അങ്ങനെ ഇതേ കുറച്ച് ലിപ്സ്റ്റിക് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ പൗഡർ, വൈറ്റ് ടോൺ പൗഡർ, ഈ കമ്പനിക്കാർ എനിക്ക് സമ്മാനം തരണം. കാരണം ഇത് ഇറക്കിയപ്പോൾ തൊട്ട് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താണെന്ന് പറയില്ല, കോമ്പാക്റ്റ് പൗഡർ ഒന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കില്ല. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ശ്വാസം വീണ പോലെയുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് ഹൈലൈറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ബേബിയുടെ ഒരു ക്രീമായിരുന്നു. പക്ഷേ എന്താണാവോ അത് കഴിഞ്ഞ് നമുക്ക് വേറെ വാങ്ങിക്കേണ്ടി വരും. ഇതാകുമ്പോൾ കഴിയില്ല, അവിടെ ഇവിടെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതിയെന്ന്. ഇതെന്തപ്പോൾ തിന്നേണ്ട സാധനമാണ്. എന്തായാലും ഞാൻ കവിളിമയും മൂക്കുമയും നെറ്റിമയും മാടിയുമൊക്കെ ഒന്ന് തേച്ച് നല്ല മിനുക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടേസ്റ്റില്ലാത്തൊരു എന്താ പറയുക ലിപ്സ്റ്റിക്ക്. ഇതിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു വൃത്തിയുടെ ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരു ലിപ്പ് ബാമല്ല ലിപ് ഗ്ലോസും കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണ് ഇതൊക്കെ ഒന്ന് എഴുതാൻ എനിക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കി ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ കണ്ണാടിയിൽ പോയിട്ട് എഴുതിയിട്ടാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ പുതിയതാക്കിയ സാധനങ്ങളാട്ടോ. ഈ കണ്ണ് പിരിക എഴുതുന്നത്, അതും കറുപ്പിന് പകരം ബ്രൗണൊക്കെ വാങ്ങിച്ച് കൂട്ടി. അങ്ങനെ ഞാൻ എൻ്റെ മാലയിലേക്ക് കയറി. ഒരു ആൻറ്റി ടെററിസ്റ്റ് മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുളത്തുമില്ല വക്കൂലത്തിരി ഇതിലെ പൊട്ടിപ്പോയി. പിന്നെ പൊട്ട് കാലങ്ങളായി ഞാൻ പൊട്ട് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് പൊട്ട് കുത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗികേട്. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഊരി. വെള്ളപ്പൊട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് വെള്ളപ്പൊട്ടമല്ല, ഒരു ചുവപ്പൊട്ട്. അങ്ങനെ എനിക്ക് തന്നെ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാനതങ്ങോട്ട് ഊരി വെച്ചു. അപ്പോഴാണ് എൻ്റെ ലൈറ്റ് ചോദിച്ചത്. ലൈറ്റ് ഭംഗി തുടങ്ങി. ഈ ലൈറ്റും പോലും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കാണും പോലും ഇല്ല, അത്ര നല്ല ഫോണാണ് എൻ്റെ. അങ്ങനെ ലൈറ്റൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കമ്മലിലേക്ക് കയറി. ഒരു ഡയമണ്ട് മാല ഒറിജിനലാണെങ്കിലും ഈ കമ്മൽ ഒറിജിനലല്ല. ഞാൻ വേറെ കമ്മലൊക്കെ വെച്ച് നോക്കിയാൽ അതൊന്നും എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ലാസ്റ്റ് ഫിക്സ് ചെയ്തു. ലാസ്റ്റ് എനിക്ക് തന്നെ തോന്നി ആർഭാടമായി പോയോ. അങ്ങനത്തെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ടിൽ. കെട്ടിവരുന്ന് പോയിട്ട് എന്താ കാര്യം, പകുതി കുർബാന കഴിഞ്ഞ വഴിക്കാൻ ഓടേണ്ട വന്ന് എൻ്റെ കൊച്ചിന് വിറക്കിട്ട് ഉറങ്ങണം അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ടിൽ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.